വേദനയുടെ നാളുകൾ മനുഷ്യജീവിതത്തിൽ ഏറിവരുന്നു. നിസ്സഹായതയുടെയും ദുഃഖത്തിൻ്റെയും ദിനങ്ങൾ ജീവിതങ്ങളുടെ മേൽ പിടിമുറുക്കി ശ്വാസം മുട്ടിക്കുമ്പോൾ ഒരു മോചനത്തിനായി മനുഷ്യൻ കേഴുന്നു. നാം ആശ്രയമായി കരുതുന്നവ ഒരു മരീചികയായി വഴിമാറിപ്പോകുമ്പോൾ ആശ്രയം ഇവിടെ. ഒരു നിമിഷം കൊണ്ടെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന ഭൂകമ്പം പോലെ പ്രശ്നങ്ങൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ നാം ഭയപ്പെടുന്നുവോ? ഇവിടെയാണ് ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും നമ്മെ ആശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും നയിക്കുന്നത്. കണ്ണീര് തുടയ്ക്കുന്ന കർത്താവിൻ്റെ കരസ്പർശനത്താൽ ആശ്വസിക്കപ്പെടുന്നത്. ഏകദേശം 3.5 വർഷക്കാലം തൻ്റെ കൂടെയിരുന്ന ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. കർത്താവ് നമ്മുടെ ഹൃദയവിചാരങ്ങളെ മുൻകൂട്ടി അറിയുന്നവനാണ്. അവിടുന്ന് ഈ ലോകം വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാർ നിരാശപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിരുന്നു. മനസ്സുമടുത്ത് ദൈവമക്കൾ ക്ഷീണിച്ചു പോകാൻ സാധ്യതയുള്ള ഈ ലോകത്തിൽ നാം ദൈവത്തിൽ ശരണപ്പെടുകയാണ് വേണ്ടത്. നിരാശ, ദുഃഖം, വേർപാട്, സാമ്പത്തിക തകർച്ച തുടങ്ങിയ നിരവധി കാര്യങ്ങൾ നനയാത്ത നേരത്ത് നമ്മെ അലട്ടുമ്പോൾ എന്താ കർത്താവേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നാം ചോദിച്ച് പോയിട്ടില്ലേ? നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഈ ഭൂമിയിൽ വെച്ച് വെളിവാകണമെന്നില്ല. നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നു. നിത്യതയിലെ ഇതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാകും. പേർഷ്യൻ പരവതാനികൾ നിർമ്മിക്കുന്ന നെയ്ത്തുകാരന് മനസ്സിലാകാത്ത ചിലത് ചെയ്യുവാൻ ചിലപ്പോൾ മേൽനോട്ടം വഹിക്കുന്ന ആൾ ആവശ്യപ്പെടും. അങ്ങനെ ചില കറുത്ത ഇഴകൾ ഇടയ്ക്ക് ചേർത്ത് നെയ്യുവാൻ തുടങ്ങുന്നു. നെയ്ത്തുകാരൻ്റെ ചിന്തയിൽ ഈ ചിഴകൾ ആവശ്യമില്ലെന്ന് തോന്നിയാലും ഈ നിർദ്ദേശത്തെ അനുസരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ പരവതാനിയുടെ പണി പൂർത്തിയായി കഴിയുമ്പോൾ ആ ഭംഗിയില്ലാത്ത കറുത്ത ഇഴകൾ പരവതാനിയെ അലങ്കരിക്കുന്ന ഡിസൈനായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞിരിക്കും. ഒരു കണക്കിന് പരവതാനിയുടെ ആകർഷണീയത ഈ കറുത്ത ഇഴകളുടെ സ്ഥാനത്തായിരിക്കും. നമ്മളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന കറുത്ത ദിനങ്ങൾ നമ്മെ അവിടുത്തെ സ്വഭാവത്തോട് രൂപാന്തരപ്പെടുത്തുവാൻ, മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവം അനുവദിക്കുന്ന അഗ്നിശോധനകളായി കാണുവാൻ കഴിയേണ്ടതാണ്. നാം പ്രതീക്ഷിക്കാത്ത നേരത്ത് കൈപ്പായ അനുഭവങ്ങളും അവിടുന്ന് അനുവദിക്കുന്നത് നമ്മെ തന്നെ പോലെ രൂപാന്തരപ്പെടുത്തുവാനുള്ള മുഖാന്തരങ്ങളായി കാണുക. നമുക്കുണ്ടാകുന്ന ഓരോ പ്രതികൂലങ്ങളും നിരാശകളും അന്ധകാരവും നമ്മെ ഭാരപ്പെടുത്തുമെങ്കിലും വിശ്വാസത്താൽ ഇവയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാനുള്ള മനോഭാവം വളർത്തിയെടുക്കുവാൻ കഴിഞ്ഞാൽ നാം ആത്മീയ ജീവിതത്തിൽ ചോദ്യം ചെയ്യാതെ ദൈവത്തെ അനുസരിക്കുന്നവരായി മാറും. കഷ്ടതയിൽ കൂടെ കടന്നുപോയ ഇയ്യോബ് ഒരിക്കലും ദൈവത്തെ ചോദ്യം ചെയ്തില്ല. ദുഃഖവേളകളിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരായി തീർന്നു. ധൈര്യപ്പെട്ടു. നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ നമുക്ക് വേണ്ടി കഷ്ടതയും ക്രൂശും സഹിച്ച കർത്താവിനോട് കൂടെ പങ്കാളിയായി തീരുവാനുള്ള മുഖാന്തരമാണെന്ന് അറിയുകയാണ്. മനുഷ്യരെയോ സാഹചര്യങ്ങളെയോ അല്ല, കർത്താവിനെയാണ് നാം നോക്കേണ്ടത്. അവിടുന്നാണ് കലങ്ങിയ ഹൃദയങ്ങൾക്ക് സമാധാനം തരുന്നത്. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവത്തെ വെള്ളി ഊതി കഴിക്കുന്നവനായി കാണും. ദൈവം തൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. തൻ്റെ സമയം വരെ അവൻ നമ്മെ തീയുടെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകാൻ അനുവദിച്ചേക്കാം. അവിടുത്തെ മുഖം നാം ഓരോരുത്തരും കാണേണ്ടതിനും നമ്മുടെ രൂപാന്തരത്തിനും വേണ്ടിയാണ് ഈ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന നാളുകൾ അടുത്തു വരുന്നു. ഭീരുവാകാതെ ധൈര്യത്തോടെ നമ്മുടെ കാറ്റും കോളും ആഞ്ഞടിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുക. ഒരു ദൈവവേദലിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പരിശോധനകൾക്ക് പിന്നിൽ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശവും മഹത്തരമായ പദ്ധതികളുമുണ്ട്. ചിലപ്പോൾ നാം ആശ്രയമായി വെച്ചിരിക്കുന്ന കൂടുകൾ ദൈവം വിളക്കിയെന്ന് വരാം. എന്നാൽ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുവാൻ പഠിപ്പിക്കുന്ന പോലെ നമ്മുടെ പ്രയാസവേളകളിൽ നമ്മെ സഹായിക്കുവാൻ സൂക്ഷ്മ സൃഷ്ടിയോടെ ചിറക് വിരിച്ച് അവൻ നമ്മെ ചിറകിന്മേൽ വഹിക്കും. നാം കലങ്ങിപ്പോകുന്ന കഷ്ടതകളിൽ ദൈവം നമ്മെ കാത്ത് പരിപാലിക്കുന്നു എന്ന ചിന്ത നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതല്ലയോ? ദൈവം അനുവദിച്ചിട്ടാണ് ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ സംഭവിക്കുന്നത്. അവിടുന്ന് അറിയാതെ യാദൃശ്യമായി ഒന്നും സംഭവിക്കുന്നില്ല.
കർഷകർ നമ്മുടെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. സ്വർണം തീയിൽ കൂടെ ശുദ്ധി ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയാണ് അതിൻ്റെ മാറ്റ് വർദ്ധിക്കുന്നത്. വിലയുള്ളതായി തീരുവാൻ തീയുടെ അനുഭവം ആവശ്യമത്രേ. സ്വർണം രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം അതിന് ചൂട് ആവശ്യമാണ്. എന്നാൽ അതിലധികമായി ചൂട് അതിനാവശ്യമില്ല. തീയിൽ കൂടെ കടന്നു പോകേണ്ടുന്ന സ്വർണം ഉരുകി നശിക്കുവാൻ പണിക്കാരൻ അനുവദിക്കാത്തതുപോലെ നമുക്ക് താങ്ങുവാൻ സാധിക്കാത്ത ചൂട് തന്ന ദൈവം നമ്മെ തകർക്കുകയില്ല. എത്രമാത്രം ചൂട് ഓരോ വ്യക്തിക്കും വേണമെന്ന് ദൈവത്തിനറിയാം. അവിടുന്നാണ് നമ്മുടെ കാലാവധി തീരുമാനിക്കുന്നത്. അവിടുത്തെ കരങ്ങളിൽ നമ്മെ കൊടുത്ത് ദൈവത്തിന് പൂർണ്ണമായി വിധേയപ്പെടാം. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചേ പോകുന്നു. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല കാറ്റുകളെല്ലാം കെട്ടടങ്ങി പൂർണ്ണമായി ശാന്തമാകുന്ന ചിന്ത നാം വെച്ചു പുലർത്തേണ്ടതില്ല. തിരയടങ്ങിയിട്ട് വെള്ളം ഇറക്കുവാൻ സാധിക്കുകയില്ലല്ലോ. തിരമാലകളെ ഗണ്യമാക്കാതെ മുന്നോട്ട് പോകുന്ന വിശ്വാസം അത്രേ നമുക്ക് വേണ്ടത്. വൻ പ്രതികൂലങ്ങളുടെ നടുവിൽ ക്രിസ്തുവിൻ്റെ സമാധാനം അത്രേ നമുക്ക് ആവശ്യം. ക്രൂശിനെ ക്ഷമയോടെ സഹിച്ച കർത്താവിനെ നാം ധ്യാനിക്കുമ്പോൾ ഒരു വലിയ സമാധാനം നമുക്ക് ലഭിക്കുന്നു. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം. ഇത് തരുവാൻ അവിടുന്ന് നമ്മുടെ ചാരയുണ്ട്. ആ കരങ്ങളിൽ കലങ്ങുന്ന ഹൃദയങ്ങളെ ആശ്രയം വയ്ക്കുക. നമ്മെ സഹായിക്കുവാൻ കർത്താവ് ഇന്നും എന്നും മതിയായവനാണ്.